ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്കൊരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് സ്ക്രീനറിൽ കുറച്ച് ഫണ്ടമെൻ്റലി മികച്ചതായ കുറച്ച് നല്ല കമ്പനികളെ സ്ക്രീൻ ചെയ്തെടുക്കാനായിട്ടുള്ള ഒരു ശ്രമം. അതിനുവേണ്ടി ആദ്യം ഞാൻ സ്ക്രീനിൽ വന്നിരിക്കുകയാണ്. ക്രിയേറ്റ് ന്യൂ സ്ക്രീൻ എടുത്തു. ആദ്യം തന്നെ ഞാനൊരു മാർക്കറ്റ് ക്യാപ്പ് ഗ്രേറ്റർ ദാൻ 500 കൊടുക്കുകയാണ്. ലെസ് ദാൻ 5000, മാർക്കറ്റ് ക്യാപ്പ് ഗ്രേറ്റർ ദാൻ 500, ലെസ് ദാൻ 5000. അതൊന്ന് റൺ ചെയ്ത് നോക്കുവാണ്. അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏകദേശം 1025ഓളം റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. കമ്പനികളാണ് ഇപ്പോൾ ഈ ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. നമുക്ക് ഒന്നുകൂടെ ഒന്ന് അതിനെ ഫിൽട്ടർ ചെയ്തെടുക്കാം. നമുക്ക് PE, പ്രൈസ് ടു ഏണിംഗ്, ലെസ് ദാൻ ഇൻഡസ്ട്രി PE എന്ന് കൊടുത്ത് നോക്കാം. ഒന്ന് സ്ക്രീൻ ചെയ്ത് നോക്കാം. ഇപ്പം 452 കുറഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് നമുക്ക് ഫണ്ടമെൻ്റൽ ഇതുകൂടെ ആഡ് ചെയ്യാം. ഡെറ്റ് ടു ഇക്വിറ്റി, ലെസ് ദാൻ ഒരു 0.5 കൊടുക്കാം. ROC, ROE, ആവറേജ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് 3 ഇയർ, ഗ്രേറ്റർ ദാൻ 5 കൊടുക്കുകയാണ്. റിട്ടേൺ ഓൺ ഇക്വിറ്റി ആവറേജ് ഗ്രേറ്റർ ദാൻ, മറ്റേത് മാറിപ്പോയി, ആവറേജ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഒരു 15 മുകളിലാണ് കൊടുക്കുന്നത്. ഇതും 15. ഇതിന് ശേഷം ഒന്ന് സ്ക്രീൻ ചെയ്ത് നോക്കാം. അതൊക്കെ 148 കുറഞ്ഞു. അതിന് ശേഷം നമുക്കൊരു സെയിൽസ് ഗ്രോത്ത് കൊടുക്കാം. 3 ഇയർ, ഗ്രേറ്റർ ദാൻ 10 ഞാൻ കൊടുത്ത് നോക്കുവാണ്. പ്രോഫിറ്റ് ഗ്രോത്ത് 3 ഇയർ ആവറേജ് കൊടുക്കാം. ഗ്രേറ്റർ ദാൻ 10, ഇത് പെർസെൻറ്റേജാണ്. ഒന്നുകൂടെ കൊടുക്കുവാണ്. 105 കുറഞ്ഞിട്ടുണ്ട്. ഇനി
EPS പോസിറ്റീവ് കൊടുക്കാം. EPS വേണമെങ്കിൽ നമുക്ക് EPS ഒരു 3 ഇയർ കൊടുത്ത് നോക്കട്ടെ. 3 ഇയർ. എഴുപത്തൊമ്പതിട്ട് കുറഞ്ഞു. നമ്മളിപ്പോൾ കൊടുത്തില്ല. പ്രൊമോട്ടർ ഹോൾഡിങ് ഗ്രേറ്റർ ദാൻ 70 കൊടുക്കാം. പിന്നെ പ്ലെഡ്ജ് പെർസെൻറ്റേജ് 0. പ്ലെഡ്ജിൻ്റെ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉണ്ടാകാൻ പാടില്ല. ഈക്വൽസ് 0. ഒന്ന് ചെയ്ത് നോക്കാം. 0. നമ്മൾ ഒരുവിധം ഫിൽറ്ററുകളൊക്കെ ഇട്ടതിന് ശേഷം 22 സ്റ്റോക്കായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാം. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 500-നും 5000-നും ഇടയിൽ. PE റേഷ്യോ ഇൻഡസ്ട്രി PEക്കാളും കുറവാണ്. അപ്പോൾ വാല്യുവേഷൻ വൈസ് കുറച്ച് നല്ല വാല്യുവേഷനുള്ള കമ്പനികളാണ്. കടം കുറവായിട്ടുള്ള കമ്പനികൾ നമ്മൾ എടുത്തിരിക്കുന്നത്. ആവറേജ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡും ROEയും 3 വർഷത്തെ ആവറേജ് 15-ന് മുകളിലുള്ള എടുത്തിരിക്കുന്നത്. സെയിൽസ് ഗ്രോത്ത് കൂടുതലുള്ളത് 10% മുകളിലുള്ളത്. പ്രൊമോട്ടർ ഹോൾഡിങ് പ്ലെഡ്ജിൽ പെർസെൻറ്റേജ് ഇല്ലാത്തത്. പ്രോഫിറ്റ് ഗ്രോത്ത് 3 ഇയർ 10-ന് മുകളിലുള്ളത്. EPS ഗ്രോത്ത് 3 ഇയർ ഗ്രേറ്റർ ദാൻ 10. ഇത്രയും കൊടുത്തിട്ട് നമുക്ക് കിട്ടിയേക്കുന്ന 21 സ്റ്റോക്കുകൾ. ഈ സ്റ്റോക്കുകൾ ഓരോന്ന് പഠിച്ചിട്ട് ഇനിയും ഒത്തിരി കാര്യമുണ്ട്. ഇത് കുറച്ച് ഫിൽട്ടർ നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ മാനേജ്മെൻറ്റിനെ പറ്റി പഠിക്കാനുണ്ട്. അവരുടെ ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ ഈ കമ്പനിയുടെ കുറേ കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട്. എന്നാലും ഇതിന് ഇത്രയും ഫിൽട്ടർ ചെയ്ത് കിട്ടിയേക്കുന്ന, സ്ക്രീൻ ചെയ്ത് കിട്ടിയേക്കുന്ന മികച്ച സ്റ്റോക്കുകളെന്ന് നമ്മൾ വിചാരിക്കുന്ന സ്റ്റോക്കുകളാണിത്.